ധർമ്മസേന, വസിഷ്ഠശാപം കഠോരമാണ്. ഞാൻ മരിച്ചു. അല്ല, മരിച്ചതിന് തുല്യം ജീവിച്ചിരിക്കുന്നു. പ്രഭു, അങ്ങനെ ചിന്തിക്കരുതേ. ഏത് ക്രിയയ്ക്കും പ്രതിക്രിയയുണ്ട്, ഏത് കർമ്മത്തിനും മറുകർമ്മമുണ്ട്. അതുപോലെ ഏത് ശാപത്തിനും നിവൃത്തിയുണ്ട്. വസിഷ്ഠ മഹർഷി നൽകിയ ഈ ശാപവും നിവർത്തിക്കും പ്രഭു. അതിന് വഴിയുണ്ടാവും. എന്തു വഴി? ഈ ചണ്ടാള രൂപത്തിൽ ശിഷ്ടകാലം കഴിക്കാനാവും എന്റെ വിധി. ഇല്ല മഹാരാജൻ, ബ്രാഹ്മണ ശാപത്തിന് പോലും പരിഹാരം നിർദ്ദേശിക്കപ്പെടുന്നുണ്ട്. അതിലും വലുതല്ലല്ലോ വസിഷ്ഠ ശാപം. പരിഹാരം ഉണ്ടാവും. അങ്ങ് നിരാശനാകാതിരിക്കൂ. എന്തു പരിഹാരം? മഹാതപസ്വിയായ വസിഷ്ഠ മഹർഷിയുടെ ശാപം നിവർത്തിക്കാൻ മഹായാഗം തന്നെ വേണ്ടിവരും. അതല്ലാതെയുള്ള പരിഹാരങ്ങളൊന്നും എന്റെ അറിവിലില്ല. പക്ഷേ വസിഷ്ഠ മഹർഷി ശപിച്ച് ചണ്ടാളനാക്കിയ ഒരുവന് വേണ്ടി യാഗം നടത്താൻ ഏത് ഋത്വിക് മുന്നോട്ട് വരും? ഏത് ബ്രാഹ്മണൻ അതിനുള്ള ധൈര്യമുണ്ടാവും? ഇല്ല ധർമ്മസേന, സത്യവ്രതന്റെ കാലം അവസാനിക്കുകയാണ്. 2 ചോദ്യങ്ങളെ ഇപ്പോൾ എന്റെ മുന്നിലുള്ളൂ. ചണ്ടാളനായി മരിച്ചു ജീവിക്കണോ, അതോ സത്യവ്രതൻ എന്ന പേര് നിലനിർത്തി കാലേ കൂട്ടി മരണം വരിക്കണോ? ഞാൻ ജനിച്ചത് ക്ഷത്രിയ കുലത്തിലാണ്, ഇക്ഷ്വാകു വംശത്തിലാണ്. മാനം വെടിഞ്ഞ ജീവിതത്തെക്കാൾ മരണമാണ് അഭികാമ്യം. ഞാൻ മരണം തിരഞ്ഞെടുക്കും. വേണ്ട പ്രഭു, നമുക്ക് ഋതുക്കളെ സമീപിക്കാം, അവരോട് അപേക്ഷിക്കാം. അവർ അങ്ങേ നിരാകരിക്കില്ല. വന്നാലും പ്രഭു, വന്നാലും. പ്രണാമം ഋഷി പ്രമുഖരെ. നിൽക്കൂ. ആരാ ഈ ചണ്ടാളൻ? വിശിഷ്ട വസ്ത്രങ്ങൾ ധരിച്ച് നിങ്ങൾക്കൊപ്പം ഈ ആശ്രമവാടത്തിൽ വരാൻ എന്ത് കാരണം? ഋഷിശ്രേഷ്ഠ, അങ്ങേക്ക് തെറ്റുപറ്റി. ഇത് ചണ്ടാലനല്ല, ശാപഗ്രസ്തനായ ക്ഷത്രിയനാണ്, രാജാവാണ്. അയോധ്യാധിപനായ അരുണ മഹാരാജാവിന്റെ പുത്രൻ, യുവരാജാവായ സത്യവ്രതൻ. അയോധ്യയുടെ യുവരാജാവ്? ഇദ്ദേഹം എന്താ ഈ ചണ്ടാല വേഷത്തിൽ? പ്രണാമം മഹർഷി. മഹർഷി, ഇത് വസിഷ്ഠ മഹർഷിയുടെ ശാപമാണ്. അദ്ദേഹം എന്നെ ശപിച്ച് ചണ്ടാളനാക്കി. വസിഷ്ഠ മഹർഷിയുടെ ശാപം കൊണ്ട് ചണ്ടാളനായെന്നോ? അതെ മഹർഷി, രാജഗുരു തന്നെ രാജാവിനെ ശപിച്ചിരിക്കുന്നു. ആ ശാപം നിവർത്തിക്കാനുള്ള ഉപായം തേടി വന്നതാ ഞങ്ങൾ. രാജകുമാരനെ രക്ഷിക്കണം. യാഗഹോമാദികൾ നടത്തി ഈ ശാപത്തിൽ നിന്ന് അദ്ദേഹത്തിന് മോചനം നൽകണം. വസിഷ്ഠ മഹർഷി നൽകിയ ശാപം നിവർത്തിക്കാൻ ഞങ്ങൾ യാഗഹോമാദികൾ നടത്തുകയോ? അസാധ്യം, അസംഭവ്യം. പോകൂ, നിങ്ങൾ മറ്റാരെയെങ്കിലും സമീപിക്കൂ. ഞങ്ങൾ അതിനൊരുക്കമല്ല. അങ്ങനെ പറയരുത് മഹർഷി, ഞങ്ങൾക്ക് ആശ്രയിക്കാൻ മറ്റാരുമില്ല. ഇല്ല രാജസേവക, വസിഷ്ഠ മഹർഷിയെ ധിക്കരിച്ചുകൊണ്ടൊരു യാഗം നടത്താൻ ഞങ്ങൾക്കാവില്ല. ഞങ്ങൾക്കെന്നല്ല, ഈ ഗംഗാതടത്തിലെ ഒരു ഋഷികുലത്തിനുമാവില്ല. ദയവായി ഇത് കേൾക്കൂ മഹർഷി. ഇല്ല, പോകൂ, നിങ്ങൾ പോകൂ. അല്ലെങ്കിൽ വേണ്ട, ഞങ്ങൾ തന്നെ പോകാം. വരൂ ഋഷിമാരെ. സാരമില്ല പ്രഭു, ഇവർ വസിഷ്ഠ പരമ്പരയിലെ ഋഷിമാരായിരിക്കാം. നമുക്ക് മറ്റാരെങ്കിലും സമീപിക്കാം. വന്നാലും. ഇല്ല ധർമ്മസേന, ഇനി ഒരു മുനിമാരെയും കാണാൻ ഞാനില്ല.
ആരെ സമീപിച്ചാലും മറുപടി ഇതുതന്നെയായിരിക്കും. സത്യവ്രതൻ എന്നൊരാൾ ജീവിച്ചിരുന്നിട്ടില്ല, ജനിച്ചിട്ടില്ല. അങ്ങനെ കാലം വിധി എഴുതട്ടെ. പ്രഭു, ധർമ്മസേന, നിന്റെ സ്വാമിഭക്തിയിൽ ഞാൻ സംതൃപ്തനാണ്. നിനക്ക് നല്ലത് വരും. വന്നാലും മഹർഷി, വന്നാലും. നാരായണ 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 നാരായണ. വന്നാലും ദേവർഷേ, ഇക്ഷ്വാകുവിന്റെയും മാതാതാവിന്റെയും പുണ്യപുരാതനമായ ഈ രാജധാനിയിലേക്ക് അങ്ങേക്ക് സ്വാഗതം. വന്നാലും. നന്ദി അരുണ മഹാരാജാവേ. നാരായണ നാരായണ. പറഞ്ഞാലും മഹർഷി, ഭൂലോക സഞ്ചാരിയായ അങ്ങറിയാത്തതായിട്ട് ഒന്നും തന്നെ ഈ പ്രപഞ്ചത്തിലില്ല. പറഞ്ഞാലും അയോധ്യ നിവാസികൾക്ക് വേണ്ടി എന്താണെന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്? നാം എന്തോ പറയാനാണ് വന്നതെന്ന് മഹാരാജാവ് ശരിയായി തന്നെ ഊഹിച്ചു. പറയാനുണ്ട് മഹാരാജാവേ. അങ്ങയുടെയും അങ്ങയുടെ രാജ്യത്തിന്റെയും ശ്രേയസ്സിനുതകുന്ന ചില കാര്യങ്ങൾ. പറഞ്ഞാലും മഹർഷി, അങ്ങയെപ്പോലെ ദേവാംശ സംഭൂതരായ മഹർഷിമാരുടെ ഉപദേശങ്ങളാണ് ഈ രാജ്യത്തെയും ജനങ്ങളെയും രാജാവിനെ തന്നെയും നിലനിർത്തുന്നത്. അതുകൊണ്ട് മുനിമാരുടെ വാക്കുകൾക്ക് നാം എന്നും വലിയ പ്രാധാന്യം നൽകുന്നുണ്ട് മഹർഷി. പറഞ്ഞാലും ദേവർഷി, നാം പറയാൻ വന്നത് ലോകകാര്യമല്ല, അങ്ങയുടെ പുത്രന്റെ തന്നെ കാര്യമാണ്. അങ്ങ് കൊട്ടാരത്തിൽ നിന്ന് നിഷ്കാസനം ചെയ്തപ്പോൾ വനത്തിലേറിയ സത്യവ്രതൻ ഈ കൊടിയ വേനൽക്കാലത്ത് പല പുണ്യപ്രവൃത്തികളും ചെയ്തു. എന്നാൽ അക്കൂട്ടത്തിൽ ഒരു പാപകർമ്മവും ചെയ്യേണ്ടി വന്നു അയാൾക്ക്. അതെന്താണ് ദേവർഷി? ഗോഹത്യ. ഗോഹത്യയോ? അതെ, ഗോഹത്യ തന്നെ. വസിഷ്ഠ മഹർഷിയുടെ വിശിഷ്ട ധേനുവായ നന്ദിനിയെ അയാൾ വധിച്ചു മാംസമെടുത്തു. ചണ്ടാള. അതെ, അതറിഞ്ഞ വസിഷ്ഠ മഹർഷി സത്യവ്രതനെ ശപിച്ച് ചണ്ടാലനാക്കി, ത്രിശങ്കുവാക്കി. യാഗഹോമാദികൾ കൊണ്ടേ ആ ശാപം നിവർത്തിക്കുകയുള്ളൂ. പക്ഷേ വസിഷ്ഠമുനി നൽകിയ ശാപം നിവർത്തിക്കുന്നതിനുള്ള യാഗം നടത്താൻ ഒരു ബ്രാഹ്മണനും ഋഷിമാരും സന്നദ്ധരാകുന്നില്ല മഹാരാജൻ. ഈ പശ്ചാത്തലത്തിൽ സത്യവ്രതൻ മരണത്തെക്കുറിച്ച് പോലും ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു. എന്ത്? അങ്ങേക്ക് മാത്രമേ സത്യവ്രതനെ രക്ഷിക്കാനാവൂ മഹാരാജൻ. ഈ സന്ദർഭത്തിൽ സത്യവ്രതൻ രക്ഷിക്കപ്പെടുമ്പോൾ അയോധ്യ രാജ്യം തന്നെ രക്ഷിക്കപ്പെടുകയാണ് മഹാരാജൻ. അങ്ങ് സത്യവ്രതനെ നിഷ്കാസനം ചെയ്തതിന്റെ ഭവിഷ്യത്തുകളായിരുന്നു ഇവിടെ കണ്ട അനാവൃഷ്ടിയും വരൾച്ചയും. ഓ, എന്റെ മകൻ, അവനെ രക്ഷിച്ചേ തീരൂ. മന്ത്രി, കൽപ്പിച്ചാലും മഹാരാജൻ. ഉടൻ തന്നെ പുറപ്പെടുക. ഏത് ദിക്കിൽ ചെന്നിട്ടാണെങ്കിലും സത്യവ്രതനെ കണ്ടെത്തി കൂട്ടിക്കൊണ്ടുവരിക. ഇത് രാജകൽപ്പനയാണ്, പാലിക്കപ്പെട്ടിരിക്കണം. തീർച്ചയായും മഹാരാജൻ. കുമാരൻ സത്യവ്രതൻ ഭൂമിയിൽ ഏത് ദിക്കിലുണ്ടെങ്കിലും കണ്ടുപിടിച്ചിരിക്കും. നന്ദി മഹർഷി. ഒരു വ്യാഴവട്ടത്തിലേറെയായി നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പുത്രദുഃഖത്തിന് ശമനമായി എന്ന് വിശ്വസിക്കാം, അല്ലേ? അതെ മഹാരാജൻ, അങ്ങയ്ക്കും അയോധ്യയ്ക്കും വിജയം ഭവിക്കട്ടെ. നാരായണ നാരായണ. ധർമ്മസേന, കൽപ്പിച്ചാലും പ്രഭു. എത്രയും വേഗം ഒരു ചിതയൊരുക്കണം. മടുത്തു ധർമ്മസേന. മതിയായി ഈ ജീവിതം. ഈ ജീവിതം കൊണ്ട് ഇനി ആർക്കും ഒരു പ്രയോജനവുമില്ല. അവസാനിപ്പിക്കുകയാണ്. ചിതയൊരുക്കൂ. പ്രഭു, അരുത്, അരുത് പ്രഭു. ധർമ്മസേന, രാജ്യം നഷ്ടപ്പെട്ടെങ്കിലും ചണ്ടാളനായി പരിണമിച്ചെങ്കിലും
ഞാൻ ഇപ്പോഴും നിന്റെ സ്വാമിയാണ്. നീ എന്റെ ആജ്ഞാനുവർത്തി മാത്രമാണ്. പോകൂ, പോയി ചിതയൊരുക്കൂ. ഇത് സത്യവ്രതന്റെ കൽപ്പനയാണ്. പോകൂ. പ്രഭു, നമുക്ക് മറ്റു ചില ഋതുക്കളെ സമീപിക്കാം. ചിതയിൽ ഇറങ്ങുന്നതിൽ നിന്ന് പിന്മാറണം. മാറി നിൽക്കൂ ധർമ്മസേന. വത്സ, സത്യവ്രത, അഗ്നിപ്രവേശത്തിനുള്ള നിന്റെ ഉദ്യമം അവസാനിപ്പിക്കുക. നിന്നെ അയോധ്യയിലേക്ക് മടക്കിക്കൊണ്ടുപോകാൻ രാജസേവകർ വരും. അയോധ്യയിൽ മടങ്ങിയെത്തുന്ന നിനക്ക് രാജ്യഭാരം നൽകി നിന്റെ പിതാവ് വാനപ്രസ്ഥത്തിന് പുറപ്പെടും. ജപധ്യാനങ്ങളിലൂടെ നീ ദേവപ്രസാദം നേടുക. അതുവഴി നിന്റെ ചണ്ഡാലഭാവം മാറിപ്പോകും. സ്വസ്ഥനാവുക. ഗുണാനുഭവങ്ങൾക്കായി കാത്തു നിൽക്കുക. പ്രഭു, ധർമ്മസേന, ധർമ്മസേന, ഈ ദേവപ്രസാദം എന്റെ പ്രാർത്ഥനയുടെ ഫലമല്ല, നിന്റെ സ്വാമി ഭക്തിയുടെ ഫലമാണ്. വരൂ, എന്നെ ആലിംഗനം ചെയ്യൂ. പ്രഭു. എഴുന്നേൽക്കൂ. അവിടുത്തെ ദാസ്യവൃത്തി അത് ഈ ജന്മം മുഴുവൻ അനുഷ്ഠിക്കാൻ സാധിച്ചാൽ മതി. അതുമാത്രമാണ് എനിക്ക് ആഗ്രഹം. നീയാണ് ബന്ധു, ആപൽ ബാന്ധവൻ.
പ്രാപഞ്ചിക ശക്തികൾ മാതാവിനെ പോലെയാണ്. തെറ്റുകൾ പൊറുക്കാൻ സദാ സന്നദ്ധരാണ് അവർ. തെറ്റ് ചെയ്യുന്നവൻ അത് തെറ്റാണെന്നറിഞ്ഞ് പശ്ചാത്തപിച്ചാൽ തീർച്ചയായും പ്രായശ്ചിത്തമാകും.